സിനിമാ മേഖലയിൽ മിനി സുനാമി. വനിതാരത്നങ്ങൾ ഉറഞ്ഞുതുള്ളി. മാളിക മുകളിലേറിയ നടന്മാർ ഭീതിയിൽ. മലയാള സിനിമാ മേഖല ആടി ഉലയുന്നു. അഹങ്കാരങ്ങൾക്ക് അറുതി. കുറ്റക്കാർ ഭീതിയിൽ. ഏതു സമയത്തും എന്തും സംഭവിക്കുമെന്ന് കാത്ത് ജനങ്ങളും സിനിമാ പ്രേമികളും. എന്ത് അതിക്രമങ്ങൾ ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന അഹങ്കാരവും ചങ്കൂറ്റവും വെച്ചു പുലർത്തിയാണ് ഒരു വിഭാഗം നടന്മാർ മുന്നോട്ട് പോകുന്നത്. എന്ത് സംഭവിച്ചാലും ആരും ധൈര്യപൂർവ്വം പുറത്തു പറയില്ല എന്ന തോന്നലുകളാണ് തകർന്നടിഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപുള്ള സിനിമാ ലോകമാണ് ഇപ്പോഴും എന്ന തെറ്റിദ്ധാരണയുടെ അഹങ്കാരമാണ് ഈ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കിയത്. അമ്മയിലെ തന്നെ ഒരു വിഭാഗം പേർ വിശ്വസിക്കുന്നു. സിനിമാ മേഖലയിലെ ശക്തരായ 3 പേർക്കെതിരെയാണ് പോലീസ് കേസ്. 2 പേർ രാജിവെക്കാൻ മാന്യത കാട്ടിയെങ്കിലും നടൻ മുകേഷിനെ സംരക്ഷിക്കാനാണ് LDF കൺവീനറുടെ പ്രസ്താവന വന്നത്. ഇത് പാർട്ടിയെയും LDFിനെയും പ്രതിസന്ധിയിലാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഘടകകക്ഷികൾ പറയുന്നത് UDFിനെ പോലെയും കോൺഗ്രസ് പാർട്ടിയെ പോലെയും അല്ലല്ലോ LDFും ഘടകകക്ഷികളും. പിന്നെ LDFിനെയും UDFിനെയും തമ്മിലുള്ള വ്യത്യാസവും നിലപാടുകളും പ്രത്യയശാസ്ത്രവും ജനങ്ങൾ LDFിനെയും UDFിനെയും ഒരുപോലെ അല്ലല്ലോ എന്ന വാദങ്ങളും ഉയർന്നു വരുന്നു. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട CPM പാർട്ടി യോഗത്തിൽ രാജി ആവശ്യമില്ലെന്ന് തീരുമാനം വന്നിരിക്കുന്നു. CPIയുടെ രാജി ആവശ്യം തള്ളിക്കൊണ്ടാണ് തീരുമാനം എടുത്തത്. മുകേഷ് തിരുവനന്തപുരത്ത് മാധവം വീട്ടിലിരുന്ന് കൊച്ചിയിലെ പ്രഗത്ഭരായ അഭിഭാഷകരുമായി സംസാരിച്ചതായും വാർത്തകൾ പുറത്തു വരുന്നു. ജയസൂര്യ, ഇടവേള ബാബു തുടങ്ങിയ മണിയമ്പിള്ള രാജു തുടങ്ങിയവരുടെ പേരിലുള്ള അന്വേഷണം തുടങ്ങി എല്ലാ കേസുകളും SIT ആണ് കൈകാര്യം ചെയ്യുന്നത്. DMK MP-ക്കും കുടുംബത്തിനും 908 കോടി പിഴ ചുമത്തി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. തമിഴ്നാട് ഭരണകക്ഷി DMKയുടെ MP ജഗത് രക്ഷകനും കുടുംബത്തിനും 908 കോടി രൂപ പിഴ ചുമത്തി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് FEMA കേസിലാണ് നടപടി. FEMA സെക്ഷൻ 37A പ്രകാരം പിടിച്ചെടുത്ത 89.19 കോടി രൂപയുടെ സ്വത്തുക്കൾ കെട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നു. ജഗത് രക്ഷകനും കുടുംബത്തിനുമെതിരെയായ കേസുകളിൽ ചെന്നൈയിലെ ED സംഘം നടത്തിയ പരിശോധനയിലാണ് നടപടി ഉണ്ടായത്. EDയും ആദായനികുതി വകുപ്പും MPയുടെ വസതികളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. 2021 ഡിസംബർ 1-നാണ് MPയ്ക്കും കുടുംബത്തിനും ഒരു കമ്പനിക്കുമെതിരെ ED കേസെടുത്തത്. അനധികൃത സ്വത്ത് സമ്പാദ്യവുമായാണ് കേസുകൾ നടക്കുന്നത്. മുകേഷിൻ്റെ രാജിക്ക് സമ്മർദ്ദം വ്യാപകമാകുന്നു. സ്ത്രീപക്ഷ സംഘടനാ പ്രവർത്തകർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഒട്ടേ ആരോപണങ്ങൾ നേരിടുന്ന നടൻ മുകേഷിന് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സാറ ജോസഫ്, K അജിത, KR മീര, രേഖാരാജ്, CS ചന്ദ്രിക അടക്കമുള്ളവർ ഒപ്പിട്ട പ്രസ്താവനയിൽ പറയുന്നു. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മുകേഷ് നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങിയുള്ള ആരോപണങ്ങളാണ് 3 സ്ത്രീകൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ സ്ഥാനത്തു നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാവണമെന്നും അല്ലാത്ത പക്ഷം കടുത്ത സ്ത്രീ സംഘടനാ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. CPI വനിതാ നേതാവ് ആനി രാജയും CPM നേതാവ് ശ്രീമതി ടീച്ചറും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് MLAമാരുടെ കാര്യം ചൂണ്ടിക്കാട്ടി മുകേഷിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശങ്ക അറിയിച്ചു. കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം പരിഭ്രമവും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്നുവെന്ന് രാഷ്ട്രപതി. സ്ത്രീകളെ ബുദ്ധിശക്തിയില്ലാത്തവരുമായി
ചിലർ കാണുന്നു. സ്ത്രീകളെ കേവലം ഉപയോഗ വസ്തുവായി കാണുന്നത് രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ വൈകൃത ചിന്തയോടെ നടക്കുന്ന പ്രവണതകൾ തടയണം. സ്ത്രീകളുടെ ഉയർച്ച തടയുന്നത് അനുവദിക്കില്ലെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു പരിഷ്കൃത സമൂഹവും അനുവദിക്കില്ല. നിർഭയ സംഭവത്തിന് ശേഷവും എത്രയോ ബലാത്സംഗം നടന്നു. സമൂഹം അതെല്ലാം മറന്നുവെന്നും രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തി. മക്കളുടെ വിവാഹത്തെപ്പറ്റി രക്ഷിതാക്കൾ വേവലാതിപ്പെടേണ്ട. ഉപരിപഠനത്തിന് ബാംഗ്ലൂർക്ക് അയച്ചാൽ മതിയെന്നാണ് പൊതുവെ അഭിപ്രായം. വിവാഹപ്രായമായ മക്കളുടെ വിവാഹത്തെപ്പറ്റി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. മാരേജ് ബ്യൂറോയോ വിവാഹ ദല്ലാൾമാരോ ആവശ്യവുമില്ല. ഉപരിപഠനത്തിന് ബാംഗ്ലൂർക്ക് അയച്ചാൽ മതി എന്നാണ് പൊതുജന സംസാരം. മക്കളെ കയ്യും വീശി പഠിക്കാൻ വിട്ടാൽ മതി. ഒരു വർഷത്തിനുള്ളിൽ ഭാവി വരനെയും വധുവിനെയും കൊണ്ട് വീട്ടിലെത്തും. കുറ്റവും കുറവും ഇല്ലാത്ത വിധത്തിലാവും ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുക. സാമ്പത്തികവും ജാതി മതവും ഒന്നും പ്രശ്നമേ അല്ല. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് പഠനത്തിന് അയക്കുന്ന മക്കൾക്ക് യോജിച്ച ആളെ അവർ തന്നെ തിരഞ്ഞെടുത്തു വരുന്നതായ എത്രയെത്ര സംഭവങ്ങൾ പല രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. വിവാഹശേഷം ലൈസൻസുമായി അടിച്ചു പൊളിച്ച് പഠനവും പിന്നീട് രാജ്യത്തും വിദേശങ്ങളിലും ജോലി ഏർപ്പെടുത്തി സുഖമായി കഴിയാമെന്ന് ഇവർ വിശ്വസിച്ചു വരുന്നു. അതിനുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഉപരിപഠനത്തിന് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ബാങ്ക് വായ്പ സുലഭമാകുന്നു. ഒരു കുടുംബത്തിലെ 2-3 പേർ ഇതേ രീതിയിൽ പ്രേമവിവാഹങ്ങൾ നടക്കുന്നതായി പറയുന്നു. യഥാർത്ഥ പ്രേമത്തിന് മുന്നിൽ ജാതി മതം വിഷയമേ അല്ല. ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന പഴയ നിലപാടുകൾക്കെല്ലാം മാറ്റം വരുന്നതായും അറിയുന്നു. കടുംപിടുത്തമൊന്നും രക്ഷിതാക്കളും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നതും സ്വന്തം തീരുമാനങ്ങൾക്ക് മക്കൾക്ക് അനുകൂലമായി നിൽക്കുന്ന രക്ഷിതാക്കളാണ് ഇപ്പോൾ കൂടുതലും കാണുന്നതെന്നുമാണ് പറയപ്പെടുന്നത്.